നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്ന mparivahan എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഈ ആപ്പ് നമ്മുടെ RC, ഇൻഷുറൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, പൊല്യൂഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ആപ്പിൽ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി പോലീസോ RTO നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആപ്പ് കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇത് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി മറ്റാരെങ്കിലും എടുത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്യാം. അത് കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ ചെയ്യാം, ഒരു മാസത്തേക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ വിർച്വൽ RC അല്ലെങ്കിൽ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുന്ന ഈ mparivahan എന്ന ആപ്പിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ mparivahan എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ mparivahan നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് ഈ രീതിയിൽ നമുക്ക് റെഡ് കളറിലുള്ള ഈ ഒരു ആപ്പ് നമുക്ക് കിട്ടുന്നുണ്ടോ. ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ. ഈ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇതിൽ നമ്മൾക്ക് ഈ ആപ്പിൽ നമുക്ക് എന്ന് വെച്ചാൽ പബ്ലിക് സെർച്ച്, RC സെർച്ച് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാം, അതുപോലെ തന്നെ വിർച്വൽ RC, വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ കാര്യങ്ങൾ, അതുപോലെ ഈ KYC വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് RC ഷെയർ ചെയ്യാം മറ്റൊരാൾക്ക്, അതുപോലെ തന്നെ QR കോഡ് സ്റ്റിക്കറും നമുക്കിതിലെടുക്കാം. അപ്പോൾ ഇതിൽ അടുത്തത് നമുക്കിതിൻ്റെ ഭാഷ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾക്ക് റീജിയണൽ ലാംഗ്വേജ് മലയാളം വേണോ എന്നെ വേണ്ടോ വെച്ചാൽ നമുക്ക് മലയാളം സെലക്ട് ചെയ്യാം. ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു. നമുക്കിപ്പോൾ ഒരു RC ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ RC നമ്പർ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. നമ്മളിവിടെ സെർച്ച് കൊടുക്കുക. നമ്മൾ സെർച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ വരികയാണ്. മെറ്റിയോ 350 എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരികയാണ്. ആ ഇതിൽ നമ്മൾ വ്യൂ ചെല്ലാൻ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ടു ഡാഷ്ബോർഡ് അടിക്കുന്ന സമയത്ത് നമ്മൾക്കിതിൻ്റെ ഈ ഡീറ്റെയിൽസ് നമുക്ക് അടിക്കുകയാണെങ്കിൽ ഈ വിർച്വൽ RC പൂർണ്ണമായും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറ്റാൻ പറ്റും. അതിൽ രണ്ട് കാര്യമാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ വെഹിക്കിളിൻ്റെ ചേസിസ് നമ്പർ, ആ ചേസിസ് നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ വെഹിക്കിളിൻ്റെ എൻജിൻ നമ്പർ, അതിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്. ഇപ്പോൾ ചേസിസ് നമ്പർ ആണെങ്കിൽ ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റും, എൻജിൻ നമ്പർ ആണെങ്കിൽ എൻജിൻ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റും നമ്മൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അത് ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യാണ്. ഞാൻ വെരിഫൈ കൊടുക്കുന്നു. വെരിഫൈ കൊടുക്കുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ്, നമ്മുടെ ഈ ഒരു പറയുന്ന ഒരു പർട്ടിക്കുലർ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിലേക്ക് വരികയാണ്. ഈ വെഹിക്കിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വരികയാണ്. ഇതിൻ്റെ ഇൻഷുറൻസ് എത്രയാണ്, RC എത്രയാണ്, ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുകയാണ്. ഇതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും QR കോഡിൽ ഈ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഈ ഒരു ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇങ്ങനെ എത്ര RC വേണം, നമുക്കിപ്പോൾ ഒന്നൊന്നല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ RCയും ഇതേപോലെ നമുക്ക് ചെയ്യാം. ഈ ഒരു RC നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ RC മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരാൾ നമ്മൾക്കൊരു RCയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കിട്ടും. സെൻഡ് RC, റിസീവ്ഡ് RC, ഈ രണ്ട് കാര്യങ്ങളും നമുക്കിതിലെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നമ്മളിപ്പോൾ RC ആണ് എടുത്തത്. ഇതിനൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഡാഷ്ബോർഡിൽ DL അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സെർച്ച് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നോർമലി നമ്മളെ MVD നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ മറ്റേ നമ്മൾ KL ഏതാണോ നമ്മുടെ ഇത്, അതിന് ശേഷം അത് ഏത് ഇയറാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്, അതിന് ശേഷമുള്ള ഒരു നമ്പർ എന്ന രീതിയിലാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവർ ഇഷ്യൂ ചെയ്തിട്ടില്ല. ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നമ്മൾ അടിക്കുക. അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്. ഇത് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ സെറ്റ് ചെയ്യണം. അവിടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈസൻസും നമുക്കിതിൽ ഈ ഡീറ്റെയിൽസിലെടുക്കാം. ഇത്തരത്തിൽ നമുക്ക് ഈ ഓൺലൈനായിട്ട് വിർച്വൽ RC അല്ലെങ്കിൽ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ റോഡിൽ പോകുന്ന സമയത്ത്
സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പേപ്പർ RC അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒരു RTO ചെക്കിംഗ് അല്ലെങ്കിൽ പോലീസ് ചെക്കിംഗ് വരുന്ന സമയത്ത് നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഈ QR കോഡ് വെച്ചിട്ട് അവർക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പൊല്യൂഷൻ്റെ അടക്കം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് എപ്പോഴാണ് കഴിയുന്നത്, അങ്ങനെ വണ്ടിയുടെ A to Z കാര്യങ്ങളെല്ലാം നമ്മൾക്കിതിൽ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വിർച്വൽ RC അല്ലെങ്കിൽ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് പോവാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.